ഉരുൾപൊട്ടൽ ദുരിതം വിതച്ച വയനാട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചൂരൽമലയിലും ശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ബെയിലി പാലത്തിന്റെ നിർമ്മാണവും അദ്ദേഹം വിലയിരുത്തി. പുനരധിവാസം ഫലപ്രദമായി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സർവകക്ഷി യോഗത്തിനു ശേഷം ചൂരൽമലയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സൈന്യം നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. സൈന്യത്തോടും രക്ഷാപ്രവർത്തകരോടും സംസാരിച്ചു. ശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി ആളുകളെ കണ്ടു. മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ദുരന്തത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സംതൃപ്തരാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇത്തരമൊരു ദുരന്തമുഖത്ത് നടത്താൻ കഴിയുന്ന പ്രവർത്തനം നടത്തി എന്നൊരു സംതൃപ്തിയാണ് ആളുകൾക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇനിയും അതേ രീതിയിൽ തുറന്ന് ഏകോപിതമായി പ്രവർത്തനം നടത്തി പോകണം. അതിന് എല്ലാവരും ഒന്നിച്ചുണ്ട് എന്ന വാഗ്ദത്വവുമാണ് ഇവിടെ ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. ദുരന്തത്തിൽപ്പെട്ടവരിൽ ഇനി ആരും ജീവനോടെയില്ലെന്ന് സൈന്യം അറിയിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. ക്യാമ്പിലുള്ളവരുടെ സ്വകാര്യതയും കുട്ടികളുടെ വിദ്യാഭ്യാസവും ഉറപ്പാക്കും. കുട്ടികളുടെ മാനസികാഘാതം കുറയ്ക്കാൻ കൗൺസിലിംഗ് നൽകും. ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നം ഏറ്റ മാനസികാഘാതമാണ്. അത് പ്രതീക്ഷിക്കാവുന്നതിനെല്ലാം അപ്പുറത്താണ്. അപ്പോൾ ആവശ്യമായത്ര കൗൺസിലിംഗ് അവർക്ക് നൽകണം തന്നെയാണ് കണ്ടിട്ടുള്ളത്. ദൗത്യം പൂർത്തിയാകുന്നതുവരെ 4 മന്ത്രിമാർ ജില്ലയിൽ തുടരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രക്ഷാദൗത്യവും പുനരധിവാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാനാണ് മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ തുടരുക. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, K രാജൻ, മുഹമ്മദ് റിയാസ്, OR കേളു എന്നിവർ ജില്ലയിലുണ്ടാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.